നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റിവ്യൂ, നിങ്ങളോട് സ്നേഹം തുറന്നു പറയാത്ത ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റ് വന്നതാണ്, പക്ഷെ പേഴ്സണൽ റീഡിംഗ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ ജനറൽ റീഡിംഗ് ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അറിയുന്നില്ല. അപ്പൊ വരുന്ന കാർഡുകൾ അടിപൊളി കാർഡാണെന്ന് പറയും. ഇനി കാർഡ് വരുമ്പോൾ നോക്കാം. ഈ ഒരു കാർഡ്, രണ്ടാമത്തെ കാർഡ്, രണ്ട് കാർഡുകൾ വന്നിട്ടുള്ളത് കുറച്ച് അർത്ഥവത്തായ രണ്ട് കാർഡുകൾ നമ്മുടെ വന്നിട്ടുണ്ട്. ഈ കാർഡ്സ് ഉണ്ടോ നോക്കാം. ഇത് രണ്ട് കാർഡുകൾ. ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ സെൽഫ് കെയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ വ്യായാമം, അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോക്കാനുള്ള സമയം കണ്ടെത്തണം. ഏത് കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഇൻവോൾവ് ആണ്, നിങ്ങൾക്ക് വേറൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചിട്ടയായിട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങള് നിങ്ങൾ ഒരു അവസ്ഥയിലാണ്, നിങ്ങളുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ബന്ധത്തിലാണ് നിങ്ങള്. അപ്പോ നിങ്ങളുടെ കൂടെയുള്ള ആളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, നിങ്ങൾക്ക് ഈ വ്യക്തിയോട് അഗാധമായ സ്നേഹമുണ്ട്, ഭയങ്കര ഒബ്സെസ്ഡ് ആണ്. പക്ഷെ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒട്ടും സ്നേഹമില്ല. ഇത് വളരെ കുറച്ചൊരു ടോക്സിക് ആയ സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടോക്സിക്കും ഒബ്സസീവും ആയിട്ടുള്ള, ഒബ്സസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ചിന്തയിൽ മാത്രമാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങളുടെ ഫാമിലിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്, മാറ്റി വെക്കുകയാണ്. ഇതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, ശാരീരികവും മാനസികമായ വളരെയധികം ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസുകൾ എല്ലാം കൂടെയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് സാക്രിഫൈസ് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങളുള്ള അവസ്ഥ വിഷം പോലെയാണ്, പതുക്കെ പതുക്കെ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള മനസമാധാനം, ആരോഗ്യം എല്ലാം, ബന്ധങ്ങൾ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് സാക്രിഫൈസ് ചെയ്യണം, ഉപേക്ഷിക്കണം എന്നൊരു മെസ്സേജ് ഭഗവാൻ ആദ്യം തന്നെ, സോറി എന്താണെന്നറിയാവോ, ചാർജ് കുറഞ്ഞു പോയി, അന്ന് കുത്തിയതാണ്. അപ്പോ അതൊരു വലിയ പ്രശ്നമാണ്, ഈ ബന്ധം ഒരു വലിയ പ്രശ്നമാണെന്ന് ആദ്യം തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് മുന്നിൽ പറയുന്നത്, ടാരോ കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ബന്ധം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, ചില സമയത്ത് നമ്മൾ എന്താണ് ഒരു ബന്ധത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ബന്ധത്തില് എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത്. ചിലർക്ക് ഓക്കെ, റിലേഷൻഷിപ്പ് പോണ പോലെ പോട്ടെ, ഒരാളെ ഇഷ്ടമാണ്, അയാൾ എന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാൻ അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും എന്ന ചിന്തയോടെ നമ്മൾ ചില റിലേഷൻഷിപ്പിൽ കയറും. ചിലര് കയറുമ്പോൾ തന്നെ നമ്മൾ പറയും എനിക്ക് ഇങ്ങനെ ഞാൻ ഉഴപ്പ്, റിലേഷൻഷിപ്പ് വെറുതെ സമയം കളയാനുള്ള സമയം എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് പറയുക. അങ്ങനെയാണെങ്കിൽ
അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നത്, അതുപോലെയാണ് മറ്റുള്ളവർ മറ്റേ ആള് നമ്മളെ കാണാൻ പോകുന്നതും നമ്മളോട് പെരുമാറാൻ പോകുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ വളരെ ബൗണ്ടറീസ് വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ബന്ധം മുമ്പോട്ട് പോകുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറെ ജീവിതം ഈസി ആവും. ഇതിപ്പോ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്, ഈ റിലേഷൻഷിപ്പിൽ അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ട്, അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും ഉണ്ട്, പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിടെ ഇവിടെ തൊടാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ ആളും നിങ്ങൾ എന്ത് അയാൾ ചെയ്താലും അത് നിങ്ങൾ എടുത്തോളും, അത് നിങ്ങൾ അംഗീകരിക്കും എന്നൊരു ചിന്ത വരുമ്പോ അയാള് തോന്നിവാസം കാണിക്കും, സ്ത്രീയാലും പുരുഷനാലും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീഡിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തോടുള്ള അവരുടെ എനർജി എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളെ സ്നേഹം തുറന്നു പറയാത്ത ആളുടെ ഉദ്ദേശമാണ്, ഡെവിളാണ് ഞാൻ കണ്ടത്, കാപ്രിക്കോൺ ആണിത്. അപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തോടുള്ള ഇവരുടെ എനർജി എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ഈ ബന്ധം കംപ്ലീഷൻ, നമ്മളൊരു ബന്ധത്തിലേക്ക് തുടങ്ങുമ്പോൾ അതൊരു വിവാഹത്തിൽ കലാശിക്കും അല്ലെ. ലോങ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വിവാഹം. ഇനി വിവാഹം കഴിച്ച രണ്ടുപേരും തമ്മിലാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, നമ്മളുടെ വിവാഹം പോസിബിൾ അല്ല, പക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ട് ജീവിക്കും എന്ന ഒരു ചിന്ത. അതൊന്നുമില്ല, ഇവിടെ ഒരു കംപ്ലീഷൻ ഇല്ല. ഇതൊരു റിലേഷൻഷിപ്പിന് ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് ഈ വ്യക്തി. ഇത് പോകുന്ന പോലെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. എന്ന് വെച്ചാല് ഈ വ്യക്തി നിങ്ങളോട് ഒരിക്കലും തുറന്ന് പറയില്ല സ്നേഹമാണെന്ന്. വ്യക്തിക്ക് ഉള്ളിൽ സ്നേഹമുണ്ടോ ഇല്ലയോ എന്താണെങ്കിലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇപ്പം ചിലർ പറയാറുണ്ട് അവരുടെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചാലും ഈ വ്യക്തി ഒരു പ്രാവശ്യം എനിക്ക് അവളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയി. അത് ഈ നിങ്ങളോടല്ലാതെ തന്നെ വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വിചാരിക്കും. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു വാക്കാണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ അമ്മയോടോ അച്ഛനോടോ ഫ്രണ്ട്സിനോടോ ബ്രദറിനോടോ സിസ്റ്ററോടോ ആരോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറും. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണിത്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പുറത്തു നിന്ന് ഒരാളെയും ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ ഈ വ്യക്തിയോട് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കാത്ത, ഒരു വാക്ക് തരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോ വേറൊരാൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ഔട്ട്റൈറ്റ് ആയിട്ട് ഈ വ്യക്തി പറയും ഒരു കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയും. മനസ്സിലായി? അതാണ് ഇവിടുത്തെ പ്രശ്നം. ടോറസ്, ലിയോ, സ്കോർപിയോ. ഓക്കെ, അവരുടെ അവസ്ഥ എന്താന്ന് നോക്കാം നമുക്ക്. ഇവരുടെ അവസ്ഥ എന്താണ്? ഇവരൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇവരുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചപ്പോ ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സും നൈറ്റ് ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റുമാണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വെച്ചാല് കാർഡ് വന്നതുണ്ടോ, മാരീഡ് ആണ്. ഓ മൈ ഗോഡ്, ഈ വ്യക്തി കല്യാണം കഴിച്ച ആളാണ് കേട്ടോ. എനിക്ക് കുളിര് വന്നു, കാരണം ഈ ഒരു കാർഡ് ഇങ്ങനെ പറന്ന് വന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ക്യാമറയിലേക്ക് നോക്കിയപ്പോ ഈ വരുന്ന കണ്ടു ഈ കാർഡ്. പക്ഷെ ഇത് വളരെ ആക്യുറേറ്റ് ആയ കാർഡാണ്. 4 ഓഫ് വാൻഡ്സ് ആണ്. ഈ വ്യക്തി കല്യാണം കഴിച്ച ഒരാളാണ്. അതുപോലെ തന്നെ കല്യാണത്തിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ജീവിതത്തിൽ നമ്മൾ പലതരം ആണുങ്ങളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. കല്യാണം ഒരു ടൈം പാസ് ആയിട്ട് എടുക്കുന്നവര്, കല്യാണം കഴിക്കണം അതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നവര്, കല്യാണം കഴിച്ചാൽ എന്താ ഞാൻ ഇപ്പോഴും സിംഗിൾ അല്ലേ എന്ന് പറയുന്ന ആളുകൾ, ആളുകൾ കല്യാണം കഴിച്ചാൽ എന്താ ഞാൻ അവർക്ക് ഭക്ഷണം, അവര് ജോലിയുള്ളതാണ്, ഭർത്താവിനോ ഭാര്യയ്ക്കോ, അവര് നോക്കിക്കോളും കുട്ടികളെ, ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ എന്റെ ജീവിതം ജീവിക്കും എന്ന് പറയുന്ന കുറെ പേര്. പക്ഷെ വേറെ കുറെ പേരുണ്ട്, അവര് പറയുന്ന കല്യാണത്തിനെ വളരെ സീരിയസ് ആയിട്ട്
കാണുന്നവരാണ്. കല്യാണം ദൈവമായിട്ട് ബന്ധിപ്പിച്ച ഒരു ബന്ധമാണ്. അത് വളരെ പരിപാവനമാണെന്ന് വിചാരിക്കുന്ന കുറച്ചു പേരുണ്ട് ഇവിടെ. അതിലൊരാളാണ് ഈ വ്യക്തി, നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തി. അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ വ്യക്തി വളരെ അംബീഷ്യസ് ആണ്. പണം ധാരാളം ഉണ്ടാക്കണം, എനിക്ക് പണം ഉണ്ടാക്കണം, പണത്തിന് എനിക്ക് ഒരിക്കലും മുട്ടുവരരുത്, മനസ്സിലായോ, എന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. സ്വന്തമായിട്ട് ഇതൊരു കല്യാണത്തിന്റെ കാര്യം കാണിക്കും. ഒരു വീട് പാലുകാച്ചല് ഒരു ഇതാണ്, റെസിഡൻസിന്റെ ഇവിടെ കാണിക്കും. അപ്പൊ ഈ വ്യക്തി പറയുന്നത് ഇഷ്ടം പോലെ ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് വരുമ്പോ എല്ലാവരെയും നോക്കുന്ന, എല്ലാവരെയും വളരെയധികം ശ്രദ്ധയോടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന, എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ്. അത് റിവേഴ്സ് വരുമ്പോ ഇവര് വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ട് മാറും. ഇവരിലേക്ക് തന്നെ ഒതുങ്ങുന്നത്. എനിക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കണം, എനിക്ക് എന്റെ ജീവിതം നയിക്കണം, എന്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന, പണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ്. അതിന്റെ കൂടെ നൈറ്റ് ഓഫ് സ്പോർട്സ് വളരെ വയലന്റ് ആയ, വളരെ ഇമ്പൾസീവ് ആയ എനർജിയാണ്. ഇതും കൂടെ വരുമ്പോ എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന ഒരു ചിന്ത. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് പണം? ഒരു വീട് വെക്കണം, പുറകിലൊരു വീട്. അപ്പൊ ഇത് ഒരു ഹൗസ് വാമിങ്ങിന്റെ പോലത്തെ സാധനമാണ്. പുറകിലൊരു വീട് കണ്ടോ? അപ്പൊ സെലിബ്രേഷൻ നടക്കണം, കല്യാണവും അതുമുണ്ട്. അപ്പൊ ഫാമിലിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കണം, ഒരു സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി. ഓൾറൈറ്റ്. അപ്പം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഒന്ന് കാണുന്നത്. ഇതാണ് ഇവരുടെ അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഇവർ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ? അപ്പോ ഇവരെങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കാണുന്നത്? ഇവരൊരു പ്ലെയർ എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു പ്ലെയർ എനർജിയാണ്. പ്ലെയർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എവിടെയൊക്കെ ബന്ധം സ്ഥാപിക്കാമോ അവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. വളരെ അഡ്വെഞ്ചറസ് ആണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഈ വ്യക്തി വളരെ അഡ്വെഞ്ചറസ് ആണ്. ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇതിനകത്ത് ഹോപ്പ് ഒന്നുമില്ല. വ്യക്തിക്ക് ഒരു വിശ്വാസവുമില്ല. നിങ്ങളുമായിട്ട് ഒരു ശാശ്വതമായ ബന്ധം ഉണ്ടാകും എന്നൊരു വിശ്വാസവും ഈ വ്യക്തിക്കില്ല. ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഈ വ്യക്തി അതുപോലെ വളരെ ഡിസപ്പോയിന്റഡ് ആണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്നാണ് ഈ വ്യക്തി പറയുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വലിയ ഹോപ്പ് ഒന്നും ഈ വ്യക്തി വെച്ച് പുലർത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹം എവിടെയും കാണിക്കുന്നില്ല. ഇമോഷൻസ് ഇത് ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും വിശ്വാസമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല ഒരു എന്താ പറയാ ഒരു ഭാവി ഉണ്ടാവില്ല. ഒരു ഹോപ്പ്ഫുൾ ഒന്നും അല്ല ഈ ബന്ധത്തെ കുറിച്ച് ഈ വ്യക്തി. അതുപോലെ തന്നെ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വളരെ ഡിസപ്പോയിന്റഡ് ആണ് വ്യക്തി. വളരെ ആശയോട് കൂടിയാണ് റിലേഷൻഷിപ്പിലേക്ക് കയറിയത്, പക്ഷെ ഇവിടെ ഒന്നും നടക്കില്ല ഈ ബന്ധത്തിൽ. അങ്ങനെയാണ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. വലിയ വിലയൊന്നുമില്ല. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്ര വലിയ ശുഭാപ്തി വിശ്വാസം ഒന്നും ഇല്ലാത്ത ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് ഇവർ ഈ റിലേഷൻഷിപ്പ്? അപ്പൊ നിങ്ങളുമായിട്ട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഇപ്പോഴും കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയുമായിട്ട് കണക്ഷനിലാണ്. കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് രണ്ടുപേരും വെച്ചിട്ടില്ല. ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, അങ്ങനത്തെ ഒരു ബന്ധം. പക്ഷെ ഇവിടെ സ്നേഹം കാണിക്കുന്നില്ല കേട്ടോ. അപ്പോ ഇവിടെ അതുപോലെ തന്നെ 10 ഓഫ് കപ്സ് ഇതിന്റെ കൂടെ വന്നതാണ്. 10 ഓഫ് കപ്സ് റിവേഴ്സ് കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി ഒട്ടും ഹാപ്പി അല്ല ഈ ബന്ധത്തിൽ എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇവിടെ ഇമോഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ഇമോഷണലി ഒട്ടും ഹാപ്പി അല്ല എന്നാണ് ഈ വ്യക്തി. 10 ഓഫ് കപ്സ് റിവേഴ്സ് പറഞ്ഞാൽ വളരെ ഇമോഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇമോഷണൽ ആയിട്ട് സംസാരിക്കാറില്ല. നിങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടും തമ്മിൽ സ്നേഹിക്കുന്ന രണ്ടുപേരെ എല്ലാം ഷെയർ ചെയ്യും. മനസ്സിലായോ? അതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവും. ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണിക്കുന്നില്ല. ഈ വ്യക്തിക്ക് ഇവിടെ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇതിനകത്ത് ഒരു ഭാവിയും കാണുന്നില്ല. വളരെ ഡിസപ്പോയിന്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇമോഷണൽ ഒരു വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ഷാറ്റേർഡ് ഡ്രീംസ് ആണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഈ റിലേഷൻഷിപ്പിനെ ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ്. ഇതൊരു നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോ അല്ല, ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്.
എങ്ങോട്ടാണ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വ്യക്തിയുടെ ഹെൽപ്പ് ആവശ്യപ്പെടാം. ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളോടൊരു സഹായ മനോഭാവമുണ്ട്. അപ്പൊ എവിടെയോ ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു സിമ്പതി ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വേറെ കാർഡ്സിൽ നിന്നും വരുമോന്നാണ് ഞാൻ നോക്കിയത്. കാർഡ്സ് ഒന്നും വരുന്നില്ല. ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ ഈ ബന്ധം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ ഒരു നിങ്ങൾക്കൊരു എന്തോ നിങ്ങളിൽ എന്തൊക്കെയോ ഒരു എന്താ പറയാ ആരുമില്ലായ്മ, ഒരു ഇൻസെക്യൂരിറ്റി, ഇതൊക്കെ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സഹായങ്ങൾ ചെയ്തു തരാം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം, അല്ലാതെ ഈ വ്യക്തി മുമ്പോട്ട് വന്ന് നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ എവിടെയോ നിങ്ങളോടൊരു സിമ്പതി ഉണ്ട്. ഇതൊരു സിമ്പതിയുടെ കാര്യമാണ്. കാരണം നിങ്ങളുടെ അവസ്ഥ ഈ വ്യക്തിക്ക് അറിയാം. അപ്പൊ ചിലപ്പോ നിങ്ങള് മാരീഡ് ആയിരിക്കാം, മാരീഡ് ആവണമെന്നില്ല, എന്നാലും മാരീഡ് ആയിരിക്കാം. അപ്പൊ പക്ഷെ ഫാമിലിയിൽ വലിയ ഹാപ്പി ഒന്നും ഇല്ലാത്ത ആളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിരാശയും ഒരു ഇൻസെക്യൂരിറ്റിയും ഈ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഒരിക്കലും ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്നോ ഈ വ്യക്തിക്ക് ശരിക്കും എങ്ങനെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നോ ഒന്നും ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയില്ല. കാരണം ഈ റിലേഷൻഷിപ്പില് ഈ വ്യക്തി ഒന്നും കാണുന്നില്ല എന്നാണ്, ഒരു ശുഭാപ്തി എങ്ങോട്ടും ഈ വ്യക്തി പോകുന്നില്ല. റിലേഷൻഷിപ്പ് എങ്ങോട്ടും പോകുന്നില്ല. ഇത് ഒരു സ്റ്റാഗ്നന്റ് ആയ റിലേഷൻഷിപ്പ് ആണെന്ന്. ഇതിന് വളർച്ച ഉണ്ടാവില്ല. വളർച്ച എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്? നിങ്ങളോട് ഡിസിഷൻ എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് ഇവിടെ ടോക്സിക്കിന്റെ കാര്യം പറഞ്ഞത്. ഈ ടോക്സിക് കാർഡ് ഇവിടെ വന്നത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണമെന്നുള്ള കാര്യം കൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കുറച്ച് കാർഡ്സും കൂടെ വീണിട്ടുണ്ട്, ഞാൻ നോക്കാം. ഇവിടെ 2 of Swords കാണിക്കുന്നത് ഒരു ഡിസിഷൻ, ഇൻഡിസിഷൻ ആണ്. നിങ്ങൾ തീരുമാനം എടുക്കുന്നില്ല. ഈ വ്യക്തി നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അനുസരിച്ചാണ് നിങ്ങൾ റിലേഷൻഷിപ്പില് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തില് അവരോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ, അവരോട് നിൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു അഭിപ്രായമില്ല, സ്ഥിരമായ ഒരു ഡിസിഷൻ ഇല്ല. ഈ വ്യക്തി നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതനുസരിച്ചാണ് നിങ്ങളുടെ ഈ വ്യക്തിയുള്ള പെരുമാറ്റം, സ്നേഹം, ഇഷ്ടമോ ദേഷ്യമോ ഒക്കെ വരുന്നത്. ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയനുസരിച്ചാണ്. ഇന്ന് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് വേണ്ട, എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞൊരു എക്സ്പെരിലേക്ക് പോകും. അതേസമയം നാളെ വന്നിട്ട് ഈ വ്യക്തി എന്തെങ്കിലും ഒരു ചെറിയൊരു മെസ്സേജ് അയക്കുകയോ ഒരു ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും തരാൻ വഴിയില്ല. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കൊള്ളാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വ്യക്തിയോടുള്ള അട്രാക്ഷൻ ഈ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളോടുള്ള പെരുമാറ്റം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ടോക്സിക് ആണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇൻഡിസിഷൻ ആണെന്ന് പറയുന്നത്. ഇതൊരു ഭാരമാണെന്ന് ആണ്. നിങ്ങൾ ഇത്രയും ഭാരമാണെങ്കിലും അത് ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനി എങ്ങോട്ടും പോകാനില്ല. ഇതിന്റെ മാക്സിമം ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 10 of Wands മാക്സിമം ആണിത്. വളരെയധികം ബേർഡൻ ആണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇത് ചുമലില് കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് ഇതൊരു വിവാഹത്തിലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ എത്തുമെന്ന്. അത് പോസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾ ഡിസിഷൻ എടുക്കണമെന്ന് യൂണിവേഴ്സ് പറയും. നിങ്ങൾ ഇൻഡിസൈസീവ് ആണ്. അതുകൊണ്ടാണ് ഈ ഭാരം നിങ്ങൾ ചുമക്കുന്നത്. കാരണം നാളെ ഒരിക്കൽ പ്രത്യാശ 3 of Wands ആണ്. പ്രത്യാശ കാണിക്കാൻ നാളെ ഒരിക്കൽ ചിലപ്പോ ഇത് വിവാഹത്തിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ എത്തിയാലോ എന്നൊരു ചിന്ത കൊണ്ടാണ്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കണം. കാരണം ഇത്രയും കാര്യങ്ങൾ ഇവിടെ കണ്ടു, ടോക്സിക് കാർഡ് കണ്ടു, ഇത് എങ്ങോട്ടും പോകുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ടോറസ്, കാപ്രിക്കോൺ ആണ് സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്.
പ്രത്യാശയ്ക്ക് ഇവിടെ വകയൊന്നുമില്ല. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങൾ എപ്പോഴും പ്രത്യാശ വന്ന് ഒന്നുമില്ല എന്ന് ആ വ്യക്തി പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടാവണം, എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോഴും പിന്നെയും നിങ്ങൾ അതിന്റെ പുറകെ ഇല്ലാത്ത കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് പിന്നെ അതിന്റെ പുറകെ പോവാണ്. അപ്പൊ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സമയമായിട്ടു പോകുന്നത് ഡിസിഷൻ ആണ്. നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുന്നതും നിങ്ങൾ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ഡിസിഷൻ എടുക്കണം, ഈ വ്യക്തിയല്ല. ഈ വ്യക്തിയെ വേണ്ട എന്ന് നിങ്ങൾ ഡിസിഷൻ എടുത്താൽ മാത്രമേ ഇവിടെ നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ വ്യക്തി നിങ്ങളെ എങ്ങോട്ടാണോ വലിക്കുന്നത് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രത്യാശ നിങ്ങളുടെ മനസ്സിലാണ് ഇതൊരു വിവാഹത്തിൽ കലാശിക്കും, അല്ലെങ്കിൽ ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ കലാശിക്കുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്നത്. ചിലർ വിചാരിക്കുന്നത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അതോടുകൂടി ആ വ്യക്തി ഇവിടെ ബ്ലോക്ക് ആവും, പിന്നെ ആ വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ ചിലരുടെ മനസ്സിലുണ്ട്. അത് ചിലപ്പോ എല്ലാവർക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലായിരിക്കാം വേണ്ടത്. ചിലർക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും വേണ്ടത്. മനസ്സിലായോ? അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ഫിസിക്കൽ അട്രാക്ഷനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും. ചിലപ്പോ അവര് നിങ്ങളെ ഒരു അത്ര നല്ല സ്വഭാവമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ അല്ല എന്ന് മനസ്സിലാക്കും. അത് റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് പണിയാവും. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കുറേയുണ്ട്, ഈ വ്യക്തിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളത്. സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ വളരെ സൂക്ഷിച്ച് പെരുമാറുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇത് ആവശ്യപ്പെട്ട ആൾക്ക് ഇത് റെസണേറ്റ് ചെയ്തോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇങ്ങനെയാണ് റീഡിംഗ് കാണിച്ചത്. അപ്പോ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും